ഹലോ ഡി വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ, സെൽഫ് ഗ്രോത്തിനെ, ലൈഫ് ഗ്രോത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു 8 കാര്യങ്ങളെ പറ്റിയാണ്. ഈ 8 കാര്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കരുതും ഇതൊക്കെ നോർമൽ അല്ലേ, ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ, ഇതൊക്കെ അങ്ങ് പോകും, ജീവിതത്തിന്റെ ഭാഗമല്ലേ, ഗ്രോത്ത് ഒക്കെ സംഭവിക്കും, ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മതി എന്ന് കരുതും. പക്ഷേ ഈ 8 കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിന് തന്നെ വേറൊരു ലെവലിലേക്ക് എത്തിക്കും. നമ്മൾ വിചാരിക്കാത്ത എഫക്റ്റ് തരുന്ന ഒരു 8 കാര്യങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നതാണ് ലേറ്റ് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. പഠിക്കുന്ന സമയത്തൊക്കെ പറയും വളരെ നേരത്തെ എഴുന്നേറ്റ് ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ടൈമിൽ നമ്മൾ പഠിക്കണം എന്ന് പറയും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തലയിൽ കയറും എന്നൊക്കെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറഞ്ഞു തന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട്. ചിലവർ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഏർലി മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് പേഴ്സൺ ആയിരിക്കും. ഞാൻ മിഡിലായിരുന്നു കേട്ടോ. എനിക്കൊരു 11 മണി വരെയൊക്കെ ഇരിക്കാൻ പറ്റും, രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ പറ്റും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോബിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വേറൊരു ലൈഫിലേക്ക് വന്ന സമയത്ത് നമുക്ക് തോന്നും, രാവിലെ ഒരു 10 മണി വരെയൊക്കെ കിടക്കാം, ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, 10 മണി വരെയൊക്കെ കിടന്നു എന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ കരുതുന്നവരായിരിക്കും കൂടുതൽ. പക്ഷേ 1-2 തവണ അങ്ങനെ 10 മണിക്ക് എഴുന്നേറ്റതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരിക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ക്ഷീണമില്ലേ, രാവിലെ എഴുന്നേറ്റ് വരുന്ന ആ ഒരു കൂടുതൽ ഉറങ്ങുമ്പോഴും നമുക്കൊരു ക്ഷീണം വരില്ലേ, അത് ആ ഒരു ഫുൾ ഡേ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഹോളിഡേയ്സ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും മാക്സിമം ഒരു 8 മണിക്കൊക്കെ മുൻപ് എഴുന്നേൽക്കാൻ നോക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ മാക്സിമം ഒരു 6-6:30 എണീക്കുക. അതിനുശേഷം ആ സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, വായിക്കാം. ഇനി വീട്ടിലെ കാര്യങ്ങൾ, ന്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അധികം ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് നമ്മുടെ പ്രോഗ്രസീവ് ജേർണിയെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക, പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക. ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യണ്ട, പിറ്റത്തെ ആഴ്ച ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും വന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴായിരിക്കും ഈ മാറ്റിവെച്ച കാര്യത്തിൻ്റെ ആവശ്യകത വരിക എന്നുള്ളതാണ്. പലപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമിന് രജിസ്റ്റർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺ ടൈം ചെയ്യാതെ ലേറ്റായി പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴായിരിക്കും അതിലേക്ക് ചെയ്യില്ല എന്നുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. പക്ഷേ നമ്മളായിരിക്കുന്ന ജേർണിയിലുള്ള എന്ത് കാര്യമാണെങ്കിലും, ജോബ് റിലേറ്റഡ് ആയിക്കോട്ടെ, പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, നമ്മൾ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഓൺ ടൈം ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. ഓൺ ടൈം ചെയ്യുമ്പോഴുള്ള ഗുണം, നമുക്ക് പല കാര്യങ്ങളുടെയും ബേർഡൻ ഉണ്ടാവില്ല. പിന്നെ ഈ മാറ്റി വെച്ചിട്ടുള്ള കാര്യം കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, പഠിക്കാനുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോകുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? വർഷാവസാനം ഈ 8-10 സബ്ജക്റ്റിൻ്റെ അത്രയും പോർഷൻ നമുക്ക് ഒന്നിച്ച് പഠിക്കേണ്ട ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് അത്രയും തലയിൽ കയറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്ത് കാര്യമാണെങ്കിലും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് ശീലിക്കാതിരിക്കുക എന്ന് തന്നെയാണ് പേഴ്സണൽ ഗ്രോത്തിന്, പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ചുറ്റുമുള്ള പലരും, ഈവൻ ചിലപ്പോൾ നമ്മളും അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, എപ്പോഴും ബ്ലെയിം ചെയ്യുക ആളുകളെ. ഒരു 3-4 ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അത് അവർ കാരണമാണ്, അവൻ കാരണമാണ്, അവൻ എപ്പോഴും അങ്ങനെയാണ്, അവനൊരിക്കലും നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്യില്ല, അങ്ങനെ എപ്പോഴും ഒരു പോസിറ്റീവ് ഓറ നിൽക്കേണ്ട ഒരു സിറ്റുവേഷനെ അങ്ങേയറ്റം നെഗറ്റീവ് അടുപ്പിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമുക്ക് ഡോപ്പമിനും അഡ്രിനാലിനൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അത് ഫേക്ക് ഹോർമോൺ പ്രൊഡക്ഷൻ ആണ് എന്നുള്ളതും കൂടി നമ്മൾ റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരാൾ മറ്റൊരാളെ പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, അടുത്തൊരു സിറ്റുവേഷനിൽ അവർ നമ്മളെ പറ്റിയും അവിടെ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ, അങ്ങനെയുള്ള ചർച്ചകളുടെ ഒന്നും ഭാഗമാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ജേണിക്ക്
നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിലും നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാത്ത, നല്ലൊരു കാര്യം പറയാത്ത അങ്ങനത്തെ ആളുകളുണ്ട്. ഇവരുമായിട്ടൊന്നും നമ്മൾ അധികം അങ്ങോട്ട് കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻ്റെ, വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇവരോട് നമുക്ക് തീരെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. എപ്പോഴെങ്കിലൊക്കെ ഇവരുമായിട്ട് സഹകരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതങ്ങനെ തന്നെ ആക്കി നിർത്തുക, വല്ലാതെ അവരുമായിട്ട് ചേർന്ന് പോവാതിരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് പേഴ്സണലായിട്ട് ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരിക്കും, സ്നാപ്ചാറ്റ് അങ്ങനത്തെ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ് നമ്മൾ ഫ്രീ ടൈം ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്യും. ഒരു ഒരു ബോധത്തോടു കൂടിയെന്നായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. നമുക്കൊരു റിലാക്സേഷൻ തോന്നാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തലയിൽ കയറും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറയുന്ന ചാനലിൽ നമ്മൾ കുടുങ്ങും. മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു കുശുമ്പോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളത് അവിടെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ഇല്ലേ, അത് ഇനി ഏത് ആപ്പ് ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അത് ശരിക്കും നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഹാബിറ്റാണ് കേട്ടോ. അത്രയും ഡേഞ്ചറസ് ആണ്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല, വേറെ പല കാര്യങ്ങളായിരിക്കും ചിന്തിക്കുക. ഈ ഒരു സ്ക്രോൾ ചെയ്യുന്നത് പോലും നമ്മളൊരു ബോധത്തോടു കൂടി ആയിരിക്കില്ല എന്നുള്ളതാണ്. ആ സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, സുഡോക്കു ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഈ കറണ്ട് അഫെയർസ് ഒക്കെ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്ന ചില ചാനൽസ് ഒക്കെ ഉണ്ട്, യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് കാണാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതും ഈ മൈൻഡ്ലെസ് സ്ക്രോളിങ്ങിനെ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത്, ആ ഒരു ഹാബിറ്റിനെ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ കാരണമാണ് എന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം സമയമാണ് അല്ലേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്, അത് നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ വേറൊരാൾ പറയുമ്പോൾ, പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ദിവസങ്ങളിലൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട സമയമാണ് നമ്മളിങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് നശിപ്പിച്ച് കളഞ്ഞത് എന്നൊക്കെ. നമുക്ക് അങ്ങനെ ഒരു സ്ക്രോളിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നിർത്താതെ തന്നെ അതിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ് കണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം നമ്മുടെ സമയം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ഓറയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ്. ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ. ഇപ്പം നമ്മളായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യം അപ്പുറത്ത് പോയിട്ട് വേറെ രീതിയിൽ പറയുന്ന ആളുകൾ, ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നമ്മളൊരു സിറ്റുവേഷനിൽ വന്നു, ഒരു ഒക്കേഷനിൽ വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ കാണുന്ന ഫസ്റ്റ് മൊമെൻറ്റിൽ ഈ വ്യക്തി പറയും, നീ എന്തൊരു ഡ്രസ്സ് ഇട്ടേക്കണേ, നിൻ്റെ ഡ്രസ്സ് കൊള്ളില്ല കേട്ടോ, ഇതൊരു ഒക്കേഷനിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ, നമുക്കിനി ഒരു 3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെരി ഫസ്റ്റ് മൊമെൻറ്റ് തന്നെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയില്ല, ഡിസ്കറേജ് ആയി, അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകും എന്നുള്ളതാണ്. നമ്മുടെ കോൺഫിഡൻസ് പോയി, നമുക്കൊരു സെൽഫ് കോൺഫിഡൻ്റ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊരു ജാള്യത തോന്നുന്ന അവസ്ഥ എന്നുള്ള ഒക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അനാവശ്യമായിട്ട് മറ്റുള്ളവരെ പറ്റി ബോഡി ഷേമിങ് രീതിയിൽ സംസാരിക്കുക, അവരെ മാത്രം ഉൾപ്പെടുന്ന കാര്യത്തിനെ പറ്റി അപ്പുറത്ത് പോയിട്ട് വേറെ രീതിയിൽ സംസാരിക്കുക. ഒരു ഫാമിലിയെ മാത്രം ബാധിക്കുന്ന കാര്യമായിരിക്കും. ആരെങ്കിലും വിവാഹിതരായത്, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവർ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യം, ഒരു ജോബിൻ്റെ കാര്യം, ഒരു അസുഖത്തിൻ്റെ കാര്യം, ഇതൊക്കെ ആ ഒരു ഫാമിലിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ മാത്രം ഹാപ്പിനെസ് ആണ്. അതിൽ പോയിട്ടൊരു ഒപ്പീനിയൻ പറയേണ്ട ആവശ്യം പോലുമില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് അപ്പുറത്ത് പോയി പറഞ്ഞ് എന്തോ വലിയ കാര്യം തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് പിറ്റത്തെ ദിവസം വന്ന് നമ്മളോട് ചിരിച്ച് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ എന്നതിനേക്കാൾ കൂടുതൽ അവരുമായിട്ട് കൂട്ടുകൂടുന്നത് പോലും നമുക്കൊരു നെഗറ്റീവ് വൈബ് തരും എന്നുള്ളതാണ്. സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരു മൊമെൻറ്റിനെ അങ്ങേയറ്റം നശിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക, മിങ്കിളാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോഗ്രസീവ് ജേണിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ ഇഗ്നോർ ചെയ്തിട്ടുള്ള ജേണി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഉള്ളതാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്കൊക്കെ. ഇപ്പോഴും ഞാൻ പറഞ്ഞേ ഉള്ളൂ, അമ്മയ്ക്ക് കാലുവേദനയാണ്, പക്ഷെ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിങ്ങനെ പൊക്കോളാന്ന്. മേ ബി കുറേ നാൾ കഴിയുമ്പോൾ ആ വേദന ഡോക്ടർ കണ്ടില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കൂടി 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 വേറെ, നമുക്കിപ്പോൾ മറ്റേ
പണ്ടുള്ളവർ പറയുന്ന ഒരു ഡയലോഗാണ്, മറ്റേ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായും ഈ ഒരു പഴഞ്ചൊല്ല് ഭയങ്കരമായിട്ട് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. എത്രയും നേരത്തെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിച്ച് അതിനെ ചികിത്സ തേടി അത് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ക്യൂർ ആവും എന്നുള്ളതാണ്. പകരം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിനെ, കുടുംബത്തിനെ, നമ്മുടെ ജോബിനെ, നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ, നമ്മളായിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളെയും ബാധിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പോൾ അത്രയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യത്തിലേക്കും ഇറങ്ങരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് രാവിലെ തലവേദന ഉണ്ടോ? നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ടാബ്ലറ്റ് കഴിച്ച് കിടന്നുറങ്ങുക. നിങ്ങൾക്ക് പനിയുണ്ടോ? 1-2 ദിവസം ടാബ്ലറ്റ് എടുത്തിട്ട് ശരിയായില്ലെങ്കിൽ നേരെ ഒരു ഫിസിഷ്യനെ കാണാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്കാൻ ചെയ്യുക, നല്ല ഡോക്ടേഴ്സ് അന്വേഷിക്കുക, ഗൂഗിൾ ചെയ്യുക, കണ്ടുപിടിക്കുക, നേരെ പോയി കാണുക, പറ്റുന്ന റെമഡീസൊക്കെ എടുക്കുക എന്നുള്ളതാണ്. 7ാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഈ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം കേട്ടോ. ഇപ്പോൾ ചില വ്യക്തികൾക്കുണ്ട് പണം അനിയന്ത്രിതമായിട്ട് ചെലവഴിക്കുക എന്നുള്ളത്. ഒരു കൺട്രോൾ ഉണ്ടാവില്ല. കൺട്രോൾ ഇല്ലാത്ത ചിലവാക്കുന്നതായിരിക്കും അവരുടെ ശീലം ചെറുപ്പം മുതൽ. അല്ലെങ്കിൽ അവർ പണം കൈകാര്യം ചെയ്ത് തുടങ്ങിയ കാലം മുതൽ അവർ എന്തൊരു സാധനം കണ്ടാലും ഒരു സെക്കൻഡ് തോട്ടോ അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുകയോ ഒന്നുമില്ലാതെ അതങ്ങ് മേടിച്ചു. ഈവൻ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്താൽ 20, 30, 50 കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, സോ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിയിട്ട് അവിടെ വെക്കും. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വരും എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ സ്പെയർ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങും. ഒരു നല്ല വാച്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു നല്ല ഫോണുണ്ട്, എന്നാൽ പോലും പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ചോദിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങും എന്നുള്ളതാണ്. എന്നിട്ട് മാറി മാറി യൂസ് ചെയ്യും. ആക്ച്വലി ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ലേസി ലിവിങ് എന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മളൊരിക്കലും നമ്മുടെ ജീവിതത്തിനെ ഒരു ഗ്രേറ്റ്ഫുൾ അല്ലാതെ കാണരുത്. നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ എടുത്തു വെക്കുക. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഉള്ള ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ പിന്നെ നമ്മൾ വിഷമിക്കേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. ഫോണിൻ്റെ കാര്യത്തിലൊക്കെ 1-2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ പ്രൈസ് വളരെയധികം കുറയുന്നതായിട്ട് കാണാൻ പറ്റും, പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പല ഫോണിൻ്റെയും. പക്ഷേ അപ്പോൾ നമ്മളത് വാങ്ങി അപ്പോൾ ആളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ചോദിക്കുന്ന പൈസ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്ത് വാങ്ങി ഒരു 2-3 മാസം കഴിയുമ്പോൾ 1 ലാഖിനോ 80,000-നോ ഒക്കെ കിട്ടുന്ന ഫോണാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ പറയുന്നത് പോലെ തന്നെയാണ്. നമ്മൾ പണം ഒരു ലക്ഷ്യമില്ലാതെ, ഒരു ചിന്തയില്ലാതെ, അനാവശ്യമായിട്ട് അനിയന്ത്രിതമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ചിലവഴിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ ശീലമുള്ളവരൊക്കെ ഈ പറയുന്ന പോലെ ലൈഫിൽ ഒരു നല്ലൊരു വഴിയിലല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ നശിപ്പിച്ച് കളഞ്ഞ പണത്തിനെ പറ്റി നമുക്ക് കുറ്റബോധം തോന്നും എന്നുള്ളത് ഫോർ ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം. ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടില്ലേ? എപ്പോഴെങ്കിലുമൊക്കെ എണീക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക, ആരെങ്കിലുമൊക്കെ കാണുക, കൊഴിഞ്ഞു പോകുന്നവർ പൊക്കോട്ടെ, വരുന്നവർ വന്നോട്ടെ, ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും സോൾവ് ചെയ്യാതെ, മക്കളുടെ വെൽബീയിങ്ങിന് വേണ്ടി ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി പോലും ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല. അവരൊരു ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയും. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ജീവിതത്തിനെ തന്നെ നമ്മൾ ഡിസിപ്ലിൻ ഇല്ലാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു പ്രോഗ്രസീവ് ജേണിയിലല്ല നമ്മുടെ ജീവിതത്തിനെ പോകുന്നത്. ആ ഒരു ജേണിയിൽ നല്ലതുകളായിട്ടൊന്നും സംഭവിക്കില്ല, ഉയർച്ചകളൊന്നും സംഭവിക്കില്ല, ഗ്രോത്ത് വരില്ല എന്നുള്ളതാണ്. ഒരേ രീതിയിലുള്ള ജീവിതമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡിസിപ്ലിൻ വേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്നിരുന്ന് ചിന്തിക്കുക. ഒരു 1/2 അവറോ 1 അവറോ അവരവരുടെ സ്വന്തം ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഒന്നിരുന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിനുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ മാത്രമാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളത്. സമയമായിക്കോട്ടെ, പണമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മളൊരു പൊടിക്ക് എഫേർട്ട് എടുക്കുക, മാറ്റങ്ങൾ വരുത്തേണ്ടത് മാറ്റുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചത് ജീവിതത്തിൻ്റെ പ്രോഗ്രസീവ് ജേണിയെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു 8 കാര്യങ്ങളെ പറ്റിയാണ്. അതായത് ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ വിചാരിച്ച ഒരു സക്സസ്ഫുൾ ജേണി, സക്സസ്ഫുൾ ലൈഫ് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ആൻഡ് താങ്ക് യു.